ഹലോ, ഇപ്പോൾ ഞണ്ട് ബിരിയാണിയുടെ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അത് 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 കിലോ ജീരകശാല റൈസാണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, അതിൻ്റെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ അത്രയും സ്പൈസസുമാണ് കേട്ടോ. അത് ചോറിലോട്ടും മസാലയോട്ടും കൂടിയുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് നെയ്യും ഓയിലുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ സ്പൈസസ് ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഉപ്പിട്ടിട്ട് ഏത് ബിരിയാണി ആയാലും ഈ ഉള്ളി വഴറ്റുന്നതാണല്ലോ പ്രധാനം. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചോറിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചോറൊന്നുമില്ല, സാധാരണ നമ്മൾ ബിരിയാണി റൈസ് വെക്കുന്ന പോലെ തന്നെ വെച്ച് ഊറ്റുന്ന പോലെ തന്നെ സ്പൈസസും നാരങ്ങ നീരും ഇട്ടിട്ട് ഉപ്പ് ഇട്ട് ചോറ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉള്ളി നന്നായി വഴണ്ട് വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണേ. എന്നിട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസാല വളരെ കുറവേ നമ്മൾ ചേർക്കുള്ളൂ. ഞണ്ടാണല്ലോ, ഓവർ മസാല വേണ്ട. ഞണ്ടിൻ്റെ ഫ്ലേവർ തന്നെ ബിരിയാണിക്ക് ഉണ്ടാവുക കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി നമ്മൾ വഴറ്റി കൊടുക്കണേ. അപ്പോൾ നന്നായി വഴറ്റി കൊടുത്ത് പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇനി തക്കാളി നന്നായി വന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഞണ്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായി വഴണ്ടി വരണേ. ഉള്ളിയും തക്കാളിയും കൂടി മല്ലിയില ഇടണേ. മല്ലിയില ഇട്ടിട്ട് നമ്മൾ ഞണ്ടിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ ഞണ്ട് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി ഗ്രേവി സെറ്റായി വരും കേട്ടോ, നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ ഞണ്ട് നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇതവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് ഊറ്റിയെടുക്കട്ടെ. എപ്പോഴും നമ്മൾ ദമ്മിടുമ്പോൾ ചൂടോർക്ക് കൂടി ദമ്മിട്ടാൽ നല്ലതാട്ടോ. റൈസ് ഒന്നും കൂടി സോഫ്റ്റായി നിൽക്കുവേ. അപ്പോൾ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് റൈസ്. അപ്പോൾ ഇതവിടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തൈരും നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. തൈരും നാരങ്ങാ നീരും നമ്മൾ ഇത് വെന്തതിൻ്റെ ശേഷമാണ് ഒഴിക്കുന്നത് കേട്ടോ. ക്രാബ് വെന്തതിൻ്റെ ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് 1 മുറി നാരങ്ങ നീരേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ 1 മുറി നാരങ്ങ നീരാണ് ഞാൻ ചോറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദമ്മിടാം. ചോറും സെറ്റായിട്ടുണ്ട്, നമ്മുടെ മസാലയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ, ദമ്മിടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കിസ്മിസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മസാലയിലിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ലെയർ. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുത്ത സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക, നെയ്യ് തൂക്കി കൊടുക്കുക, പിന്നെ ഗരം മസാല സാധാ മറ്റുള്ള ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത ട്രിപ്പ് ചോറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിയിലയും തൂക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടാലേ. പിന്നെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റ് ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ ഞാൻ വീണ്ടും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2ാമത്തെ ലെയർ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പഴയ പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി എയർ ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണേ. അപ്പോൾ എൻ്റെ പാത്രം കുറച്ചൊരു അത്ര എയർ ടൈറ്റ് അല്ല, ഇതൊരു ബിരിയാണി പോട്ടാണ്, എന്നാലും അത് കുറച്ചൊരു ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുകയാണേ. കവർ ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ തട്ട് സാധാരണ അവിടെ അടിയിൽ വെക്കുന്ന തട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. നിങ്ങളൊന്നിങ്ങനെ വെച്ച് നോക്കണേ. അപ്പോൾ നല്ല അടിപൊളി ഞണ്ട് ബിരിയാണി ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളിങ്ങനെ വെച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള വളരെ മിനിമൽ തിങ്സ് വെച്ചിട്ടുള്ള ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ കാണിക്കുന്നത്. നല്ല കിച്ചണൊക്കെ ആയിട്ട് നമുക്ക് നല്ല വീഡിയോസൊക്കെ ഇടാമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.